തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാർ. രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു. നാളെയാണ് ശിക്ഷ വിധിക്കുക. രണ്ടാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിന്റെ അഭാവമാണ്. മൂന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് നശിപ്പിക്കലിന് കുറ്റക്കാരനാണെന്ന് കണ്ടു. അതേസമയം ഒന്നാം പ്രതി ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടുപോകലിനും അതുപോലെ വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മൂന്ന് പ്രതികൾക്കെതിരെയും ശക്തമായ തെളിവുകൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഒക്കെ നിരത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോടതി വിധി വന്നിരിക്കുന്നത്. ഇത് വളരെ സങ്കീർണമായ ഒരു കേസാണ്. ആദ്യം തുടക്കം മുതലേ പോലീസ് അന്വേഷണത്തിന് പല രീതിയിലുള്ള വെല്ലുവിളികളും നേരിട്ടിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതിൽ ഒരു ഒടുവിൽ കോടതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. വിധി അറിഞ്ഞ് ഷാരോണിന്റെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രതികരണം. ഏറ്റവും വലിയ ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ നമുക്ക് കൊടുക്കണം. ഞങ്ങൾ പൂർണ്ണ ജീവനെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഞങ്ങൾക്ക് ഇനി എങ്ങനെ കഴിഞ്ഞു പോകണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. എൻ്റെ ജീവനെയാണ് അവൾ കൊന്നു കളഞ്ഞത്. നമുക്ക് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം. ഈ വിധിയിൽ ഞങ്ങൾക്ക് തൃപ്തിയാണ് ഗ്രീഷ്മ ചെയ്തതുകൊണ്ട്. പക്ഷെ അവളുടെ അമ്മ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുകുമാരിയെ കൂടെ ശിക്ഷിക്കാത്ത ഒരു വിഷമമേ ഉള്ളൂ. അത് ഞങ്ങൾ മാക്സിമം നോക്കും ഹൈക്കോടതി പോകാൻ. ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ വളർത്തിയ മോനല്ലേ. എൻ്റെ വിഷമം ഞങ്ങൾക്ക് എന്നും മാറും, ഇപ്പം മാറുന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ജീവിക്കണോ വേണ്ടെന്നുള്ളതാണ്. ഗ്രീഷ്മയുടെ അമ്മയെ കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരല്പം ഒരു ഞങ്ങൾ പോകും, ഞങ്ങൾ നോക്കും. മാക്സിമം കേസിൻ്റെ കഴിയിലെടുത്തിട്ട് ഞങ്ങൾ സാർവട്ടൊക്കെ കണ്ടെത്തിയതിന് ശേഷം ഞങ്ങളെ കൊണ്ട് പറ്റുന്നുള്ള രീതിക്ക് ഞങ്ങൾ പോകും. വിവരങ്ങളുമായി കോടതിയിൽ നിന്ന് ചേരുന്നത് സജോ ദേവസ്യാണ്. സജോ, കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ. 2002 ഈ സംഭവം വന്നത്. പിന്നീട് എന്തായിരിക്കും ഇതിൽ ശിക്ഷ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശിക്ഷാവിധി നാളെയാണ് ഉണ്ടാവുക. പക്ഷേ ഈ 3 പേരിൽ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതിൽ ഷാരോണിൻ്റെ മാതാപിതാക്കളുടെ ആ ഒരു സങ്കടം അത് നമ്മളിപ്പോൾ കണ്ടതാണ്. അവർ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനവും. ഇന്നിപ്പോൾ വന്ന വിധി പ്രസ്താവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയും സജു. സ്മിത, രണ്ടാം പ്രതിയെ വെറുതെ വിട്ടു. അപ്പോഴും ഈ കേസിൽ സംസ്ഥാന കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഏറെ കോലിളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ ഏറെ സങ്കീർണതകൾക്കും വെല്ലുവിളികൾക്കും ഒക്കെ ഒടുവിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനപ്പെട്ട ചാർജുകളൊക്കെ പ്രധാന പ്രതിക്കെതിരെ തെളിയിക്കാനായി കോടതിയിൽ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അത് പോലീസിനെ സംബന്ധിച്ച്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് എന്ന് എടുത്തു പറയണം. കാമുകനായ ഷാരോൺ രാജിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ, ഭൂമുഖത്ത് നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള ഗൂഢാലോചന നടത്തുകയും അങ്ങനെ ഒരു കുറ്റകൃത്യം, കൊലപാതകം വളരെ ആസൂത്രിതമായും കഷായത്തിൽ വിഷം കലർത്തി നൽകി ആസൂത്രിതമായി കുറ്റകൃത്യം നടത്തിയെന്നതാണ്. അതിൽ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ കേസിൽ ഒരുപാട് സങ്കീർണതകൾ ഉണ്ടായിരുന്നു. കേസിന്റെ പ്ലേസ് ഓഫ് ഒക്യുറൻസ് അഥവാ ഈ കുറ്റകൃത്യം നടന്നത് കേരളത്തിലല്ല എന്ന് വാദിച്ച് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനും അട്ടിമറിക്കാനുമുള്ള ശ്രമം മുതൽ അങ്ങോട്ടേക്ക് പലപ്പോഴും കേസിനെ വഴിതിരിച്ചുവിടാൻ പ്രതി അടക്കം വലിയ ഗൂഢാലോചന നടത്തി, അട്ടിമറി ശ്രമങ്ങളൊക്കെ നടത്തി. അതൊന്നും പക്ഷേ കോടതിയിൽ ഫലം കണ്ടില്ല. ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ, സാക്ഷിമൊഴികൾ എന്നിവയെല്ലാം കോടതിയിൽ പ്രതിക്ക് എതിരായി. അതായത് ഷാരോൺ രാജും ഗ്രീഷ്മയും പ്രണയത്തിലായിരുന്നു. പിന്നീട് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇത്ര ഒരു കുറ്റകൃത്യം മറ്റൊരു വിവാഹാലോചന വന്നപ്പോൾ ഉണ്ടായത്. അതിന്റെ ഭാഗമായി ആദ്യം ജ്യൂസിൽ പാരാസെറ്റമോൾ കലക്കി നൽകുന്നു. അത് പക്ഷേ പരാജയപ്പെട്ടു പോകുന്നു. ആദ്യ അറ്റംപ്റ്റ് പരാജയപ്പെടുന്നു. പിന്നീട് മറ്റൊരു ശ്രമം കൂടി നടത്തുന്നു. വീട്ടിലേക്ക് ഷാരോണിനെ വിളിച്ചു വരുത്തുന്നു. കീടനാശിനി അഥവാ കളനാശിനി, മാരക വിഷമായ കളനാശിനി കഷായത്തിൽ കലർത്തി അതും ഒരു ചലഞ്ച് എന്ന മട്ടിൽ തന്ത്രപരമായി നൽകുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയ ഘട്ടം മുതലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഷാരോണിന്. അവിടെ മുതൽ ഛർദ്ദിച്ചു. പിന്നീട് 11 ദിവസം ആശുപത്രിയിൽ കിടന്നു. മൊഴിയടക്കമുണ്ട്. പലതരത്തിൽ അങ്ങനെ നൽകിയിട്ടില്ല എന്നതടക്കം സ്ഥാപിക്കാൻ പല ശ്രമങ്ങളും നടത്തി. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. കൃത്യമായ സാക്ഷിമൊഴി ആ ഘട്ടത്തിൽ ഒപ്പം പുറത്ത് കാത്തുനിന്നിരുന്ന സുഹൃത്ത് മുതൽ സഹോദരൻ, പിതാവ്, ഒപ്പം ഷാരോണിന്റെ പിതാവ് അടക്കമുള്ള തെളിവുകൾ, ഒപ്പം
ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി അടക്കമുള്ള സൈബർ തെളിവുകളുണ്ട്, സാക്ഷിമൊഴിവുകളുണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്. അതൊക്കെ ഗ്രീഷ്മയ്ക്കെതിരായി അങ്ങേയറ്റം ക്രൂരമായ ഒരു കുറ്റം, ഒരു കൊലപാതകം എന്നത് തന്നെ കാണണം. അതിൽ ഏറെ ശ്രമകരമായി തന്നെ ഈ തെളിവുകളൊക്കെ കൃത്യമായി തന്നെ നിരത്തി ഇതിലേക്ക് എത്തിച്ചേരേണ്ടത് ഉണ്ടായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ പാരാസെറ്റമോൾ കലർത്തി നൽകുന്നു, പിന്നീടാണ് കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്താമെന്ന് തീരുമാനിക്കുന്നു. അതിനുവേണ്ടി പല തന്ത്രങ്ങളും പയറ്റുന്നു. അങ്ങനെ അങ്ങേയറ്റം ക്രൂരമായ ഈ കുറ്റകൃത്യം നടത്തുമ്പോൾ തന്നെ വളരെ പ്രായം കുറവുള്ള ഈ കുറ്റവാളി എന്ന നിലയ്ക്ക് കൂടി കാണണം. അങ്ങനെ എത്രത്തോളം ക്രിമിനൽ മൈൻഡോടുകൂടിയാണ് ഈ കുറ്റകൃത്യം ആകെ നടത്തിയതെന്ന് കാണണം. തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള പ്രധാന കുറ്റങ്ങളാണ് രണ്ടാം പ്രതിക്കും മൂന്നാം പ്രതിക്കുമെതിരെ ചുമത്തിയത്, അമ്മയ്ക്കും അമ്മാവനുമെതിരെ. അതിൽ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ അടക്കമുള്ള 2 പ്രതികൾ കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ അമ്മാവനെതിരായ ചാർജ് തെളിഞ്ഞു. പക്ഷെ അതിൽ നിരാശ കുടുംബം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കേസിന്റെ പൊതുവായി പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട പ്രതി എന്നത് ആ പ്രതി ആ കൃത്യം നടത്തിയത് തന്നെ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തുന്നു, പിന്നീട് ഈ കാര്യം കൃത്യം നിർവഹിക്കുന്നു, അതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത്. ആ കാര്യത്തിൽ പ്രധാനപ്പെട്ട ചാർജുകളെല്ലാം തന്നെ തെളിഞ്ഞു. അതായത് ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവമായ കേസായാലാണ് ഏറ്റവും വലിയ ശിക്ഷയിലേക്ക് പോവുക. പക്ഷെ അപ്പോഴും നല്ല നിലയ്ക്ക് തന്നെ ആ കേസ് നടത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല വലിയൊരു ശിക്ഷയിലേക്ക് തന്നെ, കടുത്തൊരു ശിക്ഷയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അതെന്താണ് എന്ന് കോടതി നാളെ പറയുകയുള്ളൂ. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ച് ഏറെ അപൂർവതകളുള്ള, സംസ്ഥാനത്തെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഏറെ അപൂർവതകളുള്ള കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതാണ് കോടതി ഇന്ന് കണ്ടെത്തിയത്. ശിക്ഷാവിധി നാളെ അറിയാം. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധിയും പ്രഖ്യാപിക്കുക. നാളെയാണ് ശിക്ഷാവിധി പ്രസ്താവം ഉണ്ടാകുക. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് ഷാരൂണിന്റെ മാതാപിതാക്കളുടെ ആവശ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു കോടതിയിൽ നിന്ന് സജോ ദേവസ്യ.